വലിയ ജീവിത പാഠങ്ങൾ എല്ലാ ദിവസവും രാവിലെ വെറും 30 സെക്കൻഡിലാക്കി തരുന്ന റീലാണ് നിലാക്കിയത്. ഈ നിലാക്കർ പറയുന്ന അച്ഛനെ എനിക്ക് പരിചയമുണ്ട്, ഫാദർ ഷിൻഡോ മറയൂർ. കഴിഞ്ഞ ആഴ്ച ഒരു പൊതുവേദിയിൽ ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ട് നിലാക്കീർ എന്ന പേര്? അച്ഛൻ പറഞ്ഞു, നിലാവിന് സ്വന്തമായിട്ട് വെട്ടമില്ല, സൂര്യനെ റിഫ്ലക്റ്റ് ചെയ്യാണ്. അതുപോലെ ഞാൻ വായിച്ചിട്ടുള്ള പലതും അനുഭവങ്ങളും എൻ്റെ വാക്കിലൂടെ പുറത്തേക്ക് വരുന്നു. എത്ര ഭംഗിയായിട്ടാണ് ഷിൻഡോ അച്ഛൻ ഓതർഷിപ്പ് സൂര്യന് കൊടുക്കുന്നത്, സ്പിരിച്വലായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ 2 ടൈപ്പ് പണിക്കാരെ കാണുന്നത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ദൈവം തോട്ടം ഏൽപ്പിച്ചിട്ട് പോയ പണിക്കാരാണ്. ദൈവമാണ് തോട്ടം നട്ടത്, അതിന് ചുറ്റും പ്രൊട്ടക്ഷൻ യൂണിറ്റ് വെച്ചു, പ്രൊഡക്ഷൻ യൂണിറ്റ് വെച്ചു, എന്നിട്ടാണ് ഇവർ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്ത്, ഇവർ കുറച്ചു നേരം കളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്വന്തമാണ്, ഇതിന് ഓണറൊന്നുമില്ല, ഇതിന് ഓദറൊന്നുമില്ല, ദൈവമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ എഫേർട്ടാണെന്ന് പറയുന്ന പണിക്കാർ. രണ്ടാമത്തെ പണിക്കാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭൃത്യന്മാരാണ്. അവർ ദൈവം അഴക്കാണ് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് ഓഹരി എടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പുകാർ പോയി അവരെ തല്ലി വെറും കൈയോടെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പുകാർ പോവാണ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് അറിയാം ആദ്യത്തെ ഗ്രൂപ്പിന് എന്ത് പറ്റിയെന്ന്, എങ്കിലും ഒരു ധൈര്യത്തോടെ പോവാണ്. അവരിൽ പലരും കൊന്നളഞ്ഞു. എന്നിട്ട് വീണ്ടും മൂന്നാമത്തെ ഗ്രൂപ്പിന് വിടുകയാണ്. ആ മൂന്നാമത്തെ ഗ്രൂപ്പും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുകയാണ്, ദൈവത്തിനു വേണ്ടി മരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഓണർഷിപ്പ് തിരിച്ചു മേടിക്കാൻ കഷ്ടപ്പെടുന്ന പണിക്കാരെയാണ് നമ്മൾ കാണുന്നത്. 2 പണിക്കാരുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് സ്വന്തമാക്കുന്ന പണിക്കാർ, മറ്റേ പണിക്കാർ ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ദൈവത്തിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന പണിക്കാർ. നമ്മൾ എഴുതിപ്പെടും.